ജനറലി ഗെയിംസിനെ കുറിച്ച്, പ്രത്യേകിച്ച് വീഡിയോ ഗെയിംസിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. ചെറുപ്പക്കാരുടെ സമയവും എനർജിയും മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കരുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഗെയിംസ് കളിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനറലി ഗെയിംസിനെ കുറിച്ച്, പ്രത്യേകിച്ച് വീഡിയോ ഗെയിംസിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. കാരണം ചെറുപ്പക്കാരുടെ സമയവും എനർജിയും മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കരുതിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് വന്നിട്ടുള്ള പല റിസർച്ച് പേപ്പറുകളും പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ, അഡിക്ഷൻ അല്ല, ലിമിറ്റഡ് എക്സ്പോഷർ ടു ഗെയിംസ്, അത് ഫിസിക്കൽ ഗെയിംസും ആവാം, വീഡിയോ ഗെയിംസും ആവാം, ഇത് നമ്മളുടെ ബ്രെയിനിൽ, നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസിൽ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ലിമിറ്റഡായി നമ്മളൊരു പ്ലഷറിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് നമ്മൾ ഗെയിംസ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഗെയിംസ് കളിക്കുന്ന സമയത്ത് നമ്മളുടെ ന്യൂറൽ ഫയറിങ്സ് കൂടുന്നുണ്ട്, പുതിയ ന്യൂറൽ കണക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ലിമിറ്റഡ് എക്സ്പോഷർ ആയിട്ട് നമ്മൾ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അലേർട്ട്നെസ്സും ഫോക്കസും അവർക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രോസ് വേർഡ് പസിൽ, അതേപോലെ സുഡോക്കു ഒക്കെ കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരിൽ നടത്തിയിട്ടുള്ള സ്റ്റഡി കണ്ടെത്തിയിട്ടുള്ളത്, അവരുടെ മെമ്മറി ലോസിനുള്ള സാധ്യത, അല്ലെങ്കിൽ മെമ്മറി കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിയന്ത്രിതമായ രീതിയിൽ നമ്മളുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസിനെ, അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നു എന്നുള്ളത് റിസർച്ചുകൾ പ്രൂവ് ചെയ്യുന്നു.